ഞാൻ പോകുന്നു എന്ന് എങ്ങനെ ഇംഗ്ലീഷിൽ പറയും? ഐ ആം ഗോയിങ്. അതെ, വളരെ സിമ്പിളാണ്. ഇന്ന് നമ്മൾ ഐ ആം ഗോയിങ്, ഐ ആം കമ്മിങ്, ഐ ആം ഈറ്റിംഗ്, ഐ ആം ഡ്രിങ്കിങ് തുടങ്ങിയ എവരിഡേ ഇംഗ്ലീഷ് സെൻറ്റൻസ് ആണ് പഠിക്കുന്നത്. ഇംഗ്ലീഷ് ഒട്ടും അറിയാത്തവരാണെങ്കിലും പേടിക്കണ്ട. ഇന്നത്തെ സെൻറ്റൻസസ് നിങ്ങളുടെ ഡെയിലി ലൈഫിൽ തന്നെ ഉപയോഗിക്കാവുന്നവയാണ്. നമുക്ക് നേരെ തുടങ്ങാം. ഐ ആം ഗോയിങ്, ഞാൻ പോകുന്നു. ഐ ആം ഗോയിങ് ഹോം, ഞാൻ വീട്ടിലേക്ക് പോകുന്നു. ഐ ആം ഗോയിങ് ടു സ്കൂൾ, ഞാൻ സ്കൂളിലേക്ക് പോകുന്നു. ഐ ആം ഗോയിങ് ടു വർക്ക്, ഞാൻ ജോലിക്ക് പോകുന്നു. ഐ ആം ഗോയിങ് ടു ദ ഷോപ്പ്, ഞാൻ കടയിലേക്ക് പോകുന്നു. ഐ ആം ഗോയിങ് ഔട്ട്സൈഡ്, ഞാൻ പുറത്തേക്ക് പോകുന്നു. ഇനി ഞാൻ വരുന്നു എന്ന് എങ്ങനെ പറയും? ഐ ആം കമ്മിങ്, ഞാൻ വരുന്നു. ഐ ആം കമ്മിങ് ഹോം, ഞാൻ വീട്ടിലേക്ക് വരുന്നു. ഐ ആം കമ്മിങ് നൗ, ഞാൻ ഇപ്പോൾ വരുന്നു. ഐ ആം കമ്മിങ് വിത്ത് യു, ഞാൻ നിങ്ങളുടെ കൂടെ വരുന്നു. നമുക്ക് അടുത്തതായി വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു സെൻറ്റൻസ് നോക്കാം. ഐ ആം ഈറ്റിംഗ്, ഞാൻ ഭക്ഷണം കഴിക്കുകയാണ്. ഐ ആം ഈറ്റിംഗ് റൈസ്, ഞാൻ ചോറ് കഴിക്കുകയാണ്. ഐ ആം ഈറ്റിംഗ് നൗ, ഞാൻ ഇപ്പോൾ ഭക്ഷണം കഴിക്കുകയാണ്. ഇനി ഞാൻ വെള്ളം കുടിക്കുകയാണെന്നാണ് പറയേണ്ടതെങ്കിലോ ഐ ആം ഡ്രിങ്കിങ് വാട്ടർ. ഇനി ഞാൻ ചായ കുടിക്കുകയാണെന്നാണെങ്കിലോ ഐ ആം ഡ്രിങ്കിങ് ടീ. ഞാൻ കോഫി കുടിക്കുകയാണ്, ഐ ആം ഡ്രിങ്കിങ് കോഫി. നമ്മൾ ദിവസവും ചെയ്യുന്ന കാര്യങ്ങൾ ഇംഗ്ലീഷിൽ പറയാൻ ഇതുപോലെ വളരെ സിമ്പിൾ സെൻറ്റൻസ് ഉപയോഗിക്കാം. ഐ ആം കുക്കിംഗ്, ഞാൻ പാചകം ചെയ്യുകയാണ്. ഐ ആം ക്ലീനിങ്, ഞാൻ വൃത്തിയാക്കുകയാണ്. ഐ ആം വർക്കിംഗ്, ഞാൻ ജോലി ചെയ്യുകയാണ്. ഐ ആം സ്റ്റഡിയിങ്, ഞാൻ പഠിക്കുകയാണ്. ഐ ആം റീഡിങ്, ഞാൻ വായിക്കുകയാണ്. ഐ റൈറ്റിംഗ്, ഞാൻ എഴുതുകയാണ്. ഐ എം വാച്ചിങ് ടി വി, ഞാൻ ടി വി കാണുകയാണ്. ഐ എം യൂസിങ് മൈ ഫോൺ, ഞാൻ എൻ്റെ ഫോൺ ഉപയോഗിക്കുകയാണ്. ഐ എം വെയിറ്റിംഗ്, ഞാൻ കാത്തിരിക്കുകയാണ്. ഐ എം ടോക്കിംഗ്, ഞാൻ സംസാരിക്കുകയാണ്. ഇനി കുറച്ച് സെൻറ്റൻസുകൾ നമുക്ക് ഒരുമിച്ച് പറയാം. ഐ എം ഗോയിങ് ഹോം, ഐ എം കമ്മിങ് നൗ, ഐ എം ഈറ്റിംഗ് ഫുഡ്, ഐ എം ഡ്രിങ്കിങ് വാട്ടർ, ഐ എം കുക്കിംഗ്, ഐ എം ക്ലീനിങ്, ഐ എം വർക്കിംഗ്, ഐ എം സ്റ്റഡിയിങ്, ഐ എം വാച്ചിങ് ടി വി, ഐ എം വെയിറ്റിംഗ്. ഇവയിൽ ഒരു ചെറിയ കാര്യം ശ്രദ്ധിക്കണം. ഐ ആം എന്ന് പറഞ്ഞതിന് ശേഷം നമ്മൾ ആക്ഷൻ കാണിക്കുന്ന വേർഡാണ് ഉപയോഗിക്കുന്നത്. അതായത് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ, പ്രവൃത്തികൾ. ഗോയിങ്, കമ്മിങ്, ഈറ്റിംഗ്, ഡ്രിങ്കിങ്, കുക്കിംഗ്, ക്ലീനിങ്, വർക്കിംഗ്, സ്റ്റഡിയിങ്, റീഡിങ്, റൈറ്റിംഗ്. അതുകൊണ്ട് ഇംഗ്ലീഷ് സെൻറ്റൻസ് ഉണ്ടാക്കാൻ നിങ്ങൾക്ക് വലിയ ഗ്രാമർ അറിയേണ്ടതില്ല. നിങ്ങളിപ്പോൾ എന്താണ് ചെയ്യുന്നതെന്ന് ചിന്തിച്ചാൽ മതി. ഉദാഹരണത്തിന്, നിങ്ങൾ ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ ഐ എം ഈറ്റിംഗ് എന്ന് പറയാം. നിങ്ങൾ വെള്ളം കുടിക്കുകയാണെങ്കിലോ ഐ എം ഡ്രിങ്കിങ് വാട്ടർ. ഇനി നിങ്ങൾ ടി വി കാണുകയാണെങ്കിൽ ഐ എം വാച്ചിങ് ടി വി. നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ ഐ എം സ്റ്റഡിയിങ്. നിങ്ങൾ പാചകം ചെയ്യുകയാണെങ്കിലോ ഐ എം കുക്കിംഗ്. ഇനി കുറച്ച് നെഗറ്റീവ് സെൻറ്റൻസ് കൂടി പഠിക്കാം. അതായത് നമ്മൾ ഇല്ല എന്ന് പറയാൻ ഉപയോഗിക്കുന്നത്. ഇപ്പം ഞാൻ പോകുന്നില്ല എന്നാണ് പറയണമെങ്കിലോ ഐ എം നോട്ട് ഗോയിങ്. ആ ഐ ആമിൻ്റെ കൂടെ ഒരു നോട്ട് കൂടി ചേർത്താൽ നമുക്ക് ഇല്ല എന്നുള്ള മീനിങ് കിട്ടും. ഐ എം നോട്ട് കമ്മിങ് നൗ, ഞാനിപ്പോൾ വരുന്നില്ല. ഐ എം നോട്ട് ഈറ്റിംഗ്, ഞാൻ ഭക്ഷണം കഴിക്കുന്നില്ല. ഐ എം നോട്ട് വാച്ചിങ് ടി വി, ഞാൻ ടി വി കാണുന്നില്ല. ഞാൻ ജോലി ചെയ്യുന്നില്ല. ഐ എം നോട്ട് വർക്കിംഗ്. ഇവയും വളരെ സിമ്പിളാണ്. ഐ എം നോട്ട് എന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്യുന്നില്ല എന്ന രീതിയിൽ സെൻറ്റൻസ് ഉണ്ടാക്കാം. നമുക്ക് കുറച്ച് സെൻറ്റൻസ് ഒന്നുകൂടി പറയാം. ഐ എം നോട്ട് ഗോയിങ്, ഐ എം നോട്ട് ഈറ്റിംഗ്, ഐ എം നോട്ട് ഡ്രിങ്കിങ്, ഐ എം നോട്ട് വർക്കിംഗ്, ഐ എം നോട്ട് സ്റ്റഡിയിങ്. ഇനി ഒരു ചെറിയ കോൺവെർസേഷൻ നോക്കാം. വേർ ആർ യു ഗോയിങ്, നീ എവിടെയാണ് പോകുന്നത്? ഐ ആം ഗോയിങ് ഹോം. ഒന്നുകൂടി പറയാം. വേർ ആർ യു ഗോയിങ്, നീ എവിടെയാണ് പോകുന്നത്? ഐ ആം ഗോയിങ് ഹോം, ഞാൻ വീട്ടിൽ പോകുന്നു. ആർ യു കമ്മിങ് വിത്ത് മീ, നീ എൻ്റെ കൂടെ വരുന്നുണ്ടോ? ആർ യു കമ്മിങ് വിത്ത് മീ, നീ എൻ്റെ കൂടെ വരുന്നുണ്ടോ? യെസ് ഐ ആം കമ്മിങ്. അതെ, ഞാൻ വരുന്നു. യെസ് ഐ ആം കമ്മിങ്, ഞാൻ വരുന്നു. ആർ യു ഈറ്റിംഗ്, നീ ഭക്ഷണം കഴിക്കുകയാണോ? ആർ യു ഈറ്റിംഗ്, നീ ഭക്ഷണം കഴിക്കുകയാണോ? യെസ് ഐ എം ഈറ്റിംഗ്, അതെ, ഞാൻ ഭക്ഷണം കഴിക്കുകയാണ്. വാട്ട് ആർ യു ഡൂയിങ്, നീ എന്താണ് ചെയ്യുന്നത്? വാട്ട് ആർ യു ഡൂയിങ്, നീ എന്താണ് ചെയ്യുന്നത്? ഐ എം സ്റ്റഡിയിങ്, ഞാൻ പഠിക്കുകയാണ്. ഇതുപോലെ ചെറിയ ചെറിയ കോൺവെർസേഷനാണ് നമ്മൾ ഈ കോഴ്സിൽ പഠിക്കാൻ പോകുന്നത്. ഇനി ഒരു ചലഞ്ച് നോക്കാം. ഞാൻ മലയാളത്തിൽ പറയാം, നിങ്ങൾ ഇംഗ്ലീഷ് സെൻറ്റൻസ് മനസ്സിൽ പറയാൻ ശ്രമിക്കുക. ഞാൻ വീട്ടിലേക്ക് പോകുന്നു. ഞാൻ വീട്ടിലേക്ക് പോകുന്നു. എന്തായിരുന്നു സെൻറ്റൻസ്? ഐ ആം ഗോയിങ് ഹോം, ഞാൻ ഇപ്പോൾ വരുന്നു. ഐ ആം കമ്മിങ് നൗ, ഞാൻ ഭക്ഷണം കഴിക്കുകയാണ്. ഐ ആം ഈറ്റിംഗ്,
ഞാൻ വെള്ളം കുടിക്കുകയാണ്. ഐ എം ഡ്രിങ്കിങ്. ഞാൻ പാചകം ചെയ്യുകയാണ്. ഐ എം കുക്കിംഗ്. ഞാൻ പഠിക്കുകയാണ്. ഐ എം സ്റ്റഡിയിങ്. ഞാൻ ജോലി ചെയ്യുകയാണ്. ഐ എം വർക്കിംഗ്. ഞാൻ ടി വി കാണുകയാണ്. ഐ എം വാച്ചിങ് ടി വി. ഞാൻ കാത്തിരിക്കുകയാണ്. ഐ ആം വെയിറ്റിംഗ്. ഞാൻ പുറത്തേക്ക് പോകുന്നു. ഐ ആം ഗോയിങ് ഔട്ട്സൈഡ്. എക്സലൻറ്റ്. ഈ സെൻറ്റൻസസ് നിങ്ങളുടെ സ്വന്തം ജീവിതവുമായി ബന്ധപ്പെടുത്തി പറയാൻ ശ്രമിക്കണം. രാവിലെ എഴുന്നേറ്റാൽ ഐ എം ഗെറ്റിംഗ് റെഡി. ഞാൻ തയ്യാറാവുകയാണ്. വീട്ടിൽ നിന്ന് പുറത്തു പോകാൻ നേരത്ത് ഐ എം ഗോയിങ് ഔട്ട്സൈഡ്. ഭക്ഷണം കഴിക്കുമ്പോഴോ ഐ എം ഈറ്റിംഗ്. വെള്ളം കുടിക്കുമ്പോൾ ഐ എം ഡ്രിങ്കിങ് വാട്ടർ. ജോലി ചെയ്യുമ്പോൾ ഐ എം വർക്കിംഗ്. പഠിക്കുമ്പോൾ ഐ എം സ്റ്റഡിയിങ്. ടി വി കാണുമ്പോൾ ഐ എം വാച്ചിങ് ടി വി. ഉറങ്ങുമ്പോൾ ഐ എം ഗോയിങ് ടു സ്ലീപ്പ്. ഇങ്ങനെ നിങ്ങളുടെ ദിവസത്തിലെ ഓരോ കാര്യങ്ങളും ഇംഗ്ലീഷിൽ പറയാൻ തുടങ്ങുക. ഇംഗ്ലീഷ് പഠിക്കാനുള്ള ഏറ്റവും നല്ല മാർഗം ഇംഗ്ലീഷിനെ നമ്മൾ ഡെയിലി ലൈഫിൻ്റെ ഭാഗമാക്കുകയാണ്. ഒരു ദിവസം 10 സെൻറ്റൻസസ് പഠിച്ചിട്ട് മറക്കുന്നതിനേക്കാൾ ദിവസവും ഉപയോഗിക്കുന്ന 5 സെൻറ്റൻസസ് പലതവണ സംസാരിക്കുന്നതാണ് കൂടുതൽ യൂസ്ഫുൾ. അതുകൊണ്ട് ഇന്നത്തെ സെൻറ്റൻസസ് ഇന്ന് തന്നെ പലതവണ ഉപയോഗിക്കൂ. ഐ എം ഗോയിങ്, I am coming, I am eating, I am drinking, I am cooking, I am cleaning, I am working, I am studying, I am watching TV, I am waiting. ഇനി നിങ്ങൾക്ക് ഒരു ചെറിയ ഹോംവർക്ക്. ഇന്ന് നിങ്ങൾ ചെയ്യുന്നത് കുറഞ്ഞത് 5 കാര്യങ്ങൾ ഇംഗ്ലീഷിൽ പറയുക. I am cooking, I am eating, I am drinking water, I am watching TV, I am going to sleep. ഇതൊരു നോട്ട്ബുക്കിൽ എഴുതേണ്ട ആവശ്യമില്ല. ആദ്യം വായിച്ച് പഠിക്കേണ്ടതുമില്ല. നിങ്ങൾ ചെയ്യുന്ന കാര്യത്തോടൊപ്പം തന്നെ ഇംഗ്ലീഷ് സെൻറ്റൻസ് പറയാൻ തുടങ്ങുക. തെറ്റിയാലും കുഴപ്പമില്ല. ഐ എം ഗോയിങ്, ഐ എം കമ്മിങ്, ഐ എം ഈറ്റിംഗ്. ഇങ്ങനെ പറയാൻ തുടങ്ങുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഓർക്കുക, ഇംഗ്ലീഷ് സംസാരിക്കാൻ ആദ്യം പെർഫെക്റ്റ് ഇംഗ്ലീഷ് ആവശ്യമില്ല. ആദ്യം സംസാരിക്കാൻ തുടങ്ങണം. സംസാരിച്ചു തുടങ്ങിയാൽ പതുക്കെ ഇംഗ്ലീഷ് മെച്ചപ്പെടും. ഇന്ന് നമ്മൾ ഐ ആം ഉപയോഗിച്ച് പല സെൻറ്റൻസസ് പഠിച്ചു. അടുത്ത ക്ലാസ്സിൽ നമുക്ക് കൂടുതൽ യൂസ്ഫുൾ ആയ ഡെയിലി ഇംഗ്ലീഷ് സെൻറ്റൻസസ് പഠിക്കും. നിങ്ങൾ മറ്റൊരാളോട് ഇംഗ്ലീഷിൽ ചോദിക്കാനും മറുപടി പറയാനും തുടങ്ങുന്ന രീതിയിലായിരിക്കും ഇനിയുള്ള നമ്മുടെ തുടർന്നുള്ള ക്ലാസ്സുകൾ. Keep practicing. Be afraid of mistakes. Speak English every day. ഇനി നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. See you in next class. Thank you.